പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ ലേസർ ജെറ്റ് പ്രിൻ്ററായ കനോൺ MF244DW എന്ന പ്രിൻ്റർ മൊബൈലിൽ നിന്ന് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ വഴിയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ കനോൺ പ്രിൻ്റർ ആപ്പ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷേ ലേസർ പ്രിൻ്ററിന് വേറൊരു ആപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് കനോൺ പ്രിൻ്റർ ആപ്പ് എന്നുള്ള സെർച്ച് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കനോൺ പ്രിൻ്റ് ബിസിനസ് എന്നൊരു ആപ്ലിക്കേഷൻ. ഇതാണ് ഈ ലേസർ പ്രിൻ്ററുകൾക്ക് മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ ആദ്യം പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം. അതേപോലെ വൈഫൈ ഡയറക്റ്റിൻ്റെ പാസ്വേഡ് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ മൊബൈലും പ്രിൻ്ററും തമ്മിൽ കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വൈഫൈ വഴിയാണ് കണക്റ്റ് ചെയ്യുന്നത്. അപ്പം വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണെങ്കിലും അതേപോലെ പാസ്വേഡ് അറിയുകയാണെങ്കിൽ മാത്രമേ അത് കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മളെ ഫയൽ ഏകദേശം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഗ്രി എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എഗ്രി എന്നുള്ളത് വീണ്ടും കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഓക്കെ എന്നല്ലെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഹോം പേജ് വരുന്നത്. അപ്പോൾ ആദ്യമായതുകൊണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ പ്രിൻ്ററിനെ കണക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് പ്രിൻ്ററിനെ ആദ്യം കണക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ അവിടെ കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ വൈഫൈൻ്റെ പേരുകളും കാണിക്കുന്നുണ്ട്. ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് വരുന്നതാണ്. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻ്ററിൻ്റെ പേര് വരുന്നുണ്ട്. യെസ്, ഡയറക്റ്റ് എന്ന് തുടങ്ങുന്നുണ്ട്. അതാണ് നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് വരിക. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാസ്വേഡ് നമുക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് അവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ അത് പാസ്വേഡ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതും വൈഫൈ ഡയറക്റ്റ് തന്നെ എനേബിൾ ചെയ്യാമെന്നുള്ളതും ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്താണ് കണക്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വൈഫൈ സെറ്റിങ്സിൽ പ്രിൻ്ററിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും പ്രിൻ്ററിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ജസ്റ്റ് ആ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സെർച്ച് ചെയ്താണ്ട് നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് വന്നിട്ടുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്താണ്ട് ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റിംഗ് നടക്കുന്നതാണ്. അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിലേക്ക് ആ പ്രിൻ്ററിനെ ആഡ് ചെയ്യുന്നൊരു അപ്ഡേറ്റ് മാത്രമാണ്. യെസ്, പ്രിൻ്ററിന് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ട് രണ്ട് ഓപ്ഷനാണുള്ളത്. ഡോക്യുമെൻ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും, സ്കാൻ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണോ വേണ്ടത് ജസ്റ്റ് അതിലൊന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം സ്കാനിങ് ആണ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ സ്കാൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് സേവ് ചെയ്യുന്ന ഫയലിൻ്റെ ലൊക്കേഷനാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം യെസ്, അവിടെ ഫോൾഡർ സെലക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ അതിൻ്റെ പെർമിഷനും കൊടുക്കണം. അതല്ല, അപ്പോൾ അലോ എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഫോൾഡർ സെലക്ട് ആയിട്ടുണ്ട്. സ്കാനിങ്ങിൻ്റെ സെറ്റിങ്സ് ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു ലോഡിംഗ് ഉണ്ട്. യെസ്, സ്കാനിങ്ങിൻ്റെ സെറ്റിങ്സും അതിൻ്റെ താഴെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാണാം. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ചോദിക്കുന്നത് ഒറിജിനൽ പ്ലേസ്മെൻ്റ് ആണ്. എവിടെ നിന്നാണ് സ്കാനിങ് ചെയ്യേണ്ടതെന്നാണ്. ഗ്ലാസ്സിലാണോ അത് ADF ഉള്ള പ്രിൻ്ററുകൾക്ക് ഇതേപോലെ ADF എന്നൊരു ഓപ്ഷൻസും വരുന്നതാണ്. വൺ സൈഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ കളറാണോ ഗ്രേ സ്കെയിലാണോ വേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. റെസൊല്യൂഷനും അതേപോലെ 2 റെസൊല്യൂഷൻസും ഉണ്ടാവുള്ളൂ. മൊബൈലിന് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സൈസ്, ഏത് സൈസിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ ഏത് ഫോർമാറ്റ് വേണമെന്നുള്ളത്, PDF ആണോ JPG ആണോ വേണ്ടത്, ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാം. എന്നിട്ട് താഴെ കാണുന്ന സ്കാൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്കതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കാണിക്കുക പ്രിവ്യൂ ആണ്. യെസ്, പ്രിവ്യൂ കണ്ടില്ലേ. എന്നിട്ട് താഴെ കാണുന്ന ഡൺ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഫോൾഡറിൽ സേവ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ, അതിൻ്റെ പ്രിവ്യൂ ആണ് നമുക്ക് കാണുന്നത്. ഇനി പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മളവിടെ ക്യാപ്ചർ ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഫോൾഡറിൽ ആ ഫയലാണ് ഈ കാണുന്നത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താണ്ട് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതാണ് നമ്മളെ ഫയൽ വരുന്നത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു.
എന്നിട്ട് താഴെ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെയും സെറ്റിങ്സ് വരുന്നുണ്ട്. പ്രിൻ്റ് സെറ്റിങ്സ് ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് സൈസ് എത്ര വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അത് സെലക്ട് ചെയ്യുക. പിന്നെ എത്ര കോപ്പീസ് വേണമെന്നുള്ളതും കൊടുക്കാം. അതേപോലെ ഒന്നിൽ കൂടുതൽ പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രിൻ്റ് റേഞ്ച് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് പേജ് വേണ്ടതെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ പേപ്പർ സൈസ് ഒരു സൈസ് കൂടെ മാത്രമേ പേപ്പർ വലിക്കുള്ളൂ. അതേപോലെ 2 സൈഡ് വേണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അവിടെ 2 സൈഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലോങ് എഡ്ജും ഷോർട്ട് എഡ്ജും കാണിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ലോങ് എഡ്ജ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ലോങ് എഡ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് പോലെ തന്നെ ബുക്ക് റീഡ് ചെയ്യുന്ന രീതിയിലേക്കാണ് സെക്കൻഡ് പേജ് വരിക. ഷോർട്ട് എഡ്ജ് ആകുമ്പോൾ ഫസ്റ്റ് പേജ് കഴിഞ്ഞാണ്ട് പിന്നെ തിരിച്ച് പിടിക്കണം പേപ്പർ, അപ്പോഴാണ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിലായിരിക്കും ഷോർട്ട് എഡ്ജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുക. എന്നിട്ട് താഴെ കാണുന്ന പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി പ്രിൻറ്റിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.